സൂറത്തുന്നൂർ. അന്നൂർ എന്നാൽ വെളിച്ചം. നൂർ എന്ന പദം പല തവണ ആവർത്തിക്കുന്നത് കൊണ്ടാണ് ഈ സൂറത്തിന് അന്നൂർ എന്ന പേര് വന്നത്. സ്ത്രീകളെ സംബന്ധിച്ച് ധാരാളം കാര്യങ്ങൾ പ്രതിപാദിച്ച അധ്യായമാണിത്. സ്ത്രീകൾക്ക് സൂറത്തുന്നൂർ പഠിപ്പിക്കാൻ പ്രത്യേകം പ്രോത്സാഹിപ്പിക്കപ്പെട്ടിരിക്കുന്നതായി ഹദീസുകളിൽ കാണാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സൂറത്തുൻ അൻസൽനാഹാ വഫറദ്നാഹാ വഅൻസൽനാ ഫീഹാ ആയാതിൻ ബയ്യിനാതിൻ ലഅല്ലകും തദക്കറൂൻ. നാം അവതരിപ്പിച്ച അധ്യായമാണിത്. ഇതിലെ നിയമവിധികൾ നാം നിർബന്ധമാക്കുകയും ചെയ്തിരിക്കുന്നു. നിങ്ങൾ ഉത്ബുദ്ധരാകാൻ വേണ്ടി ഇതിൽ വ്യക്തമായ പല ദൃഷ്ടാന്തങ്ങളും നാം അവതരിപ്പിച്ചിരിക്കുന്നു. വ്യഭിചരിച്ച സ്ത്രീ പുരുഷന്മാരിൽ ഓരോരുത്തരെയും നിങ്ങൾ 100 തവണ അടിക്കുക. നിങ്ങൾ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിച്ചവരാണെങ്കിൽ അള്ളാഹുവിൻ്റെ നിയമം നടപ്പിലാക്കുന്നതിൽ നിങ്ങൾ അവരിരുവരോടും ഒരു ദയയും കാണിക്കരുത്. ഒരു സംഘം വിശ്വാസികൾ അവരുടെ ശിക്ഷയ്ക്ക് ദൃക്സാക്ഷികളാവുകയും വേണം. അഭിസാരികയെയോ ബഹുദയ വിശ്വാസികളെയോ അല്ലാതെ വ്യഭിചാരി വിവാഹം കഴിക്കയില്ല. അഭിസാരികയാവട്ടെ അവൾ ഒരു വ്യഭിചാരിയോ ബഹുദൈവ വിശ്വാസിയോ അല്ലാതെ വിവാഹം ചെയ്യുകയില്ല. വിശ്വാസികൾക്ക് വിലക്കപ്പെട്ട കാര്യമാണിത്. വേശ്യാവൃത്തി നടത്തിയവർ വിവാഹിതരോ അവിവാഹിതരോ ആകാം. അവിവാഹിതർ വ്യഭിചരിച്ചാലുള്ള ശിക്ഷ 100 അടിയും 1 വർഷം നാടുകടത്തിലുമാകുന്നു. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹുവിന്റെ വീക്ഷണമനുസരിച്ച് 2-ൽ 1 നടപ്പാക്കിയാൽ മതി. വിവാഹിതർ വ്യഭിചരിച്ചെന്ന് 4 സാക്ഷികൾ മുഖേന സ്ഥിരപ്പെട്ടാൽ അവരെ എറിഞ്ഞു കൊല്ലലാണ് ഇസ്ലാമിക ശിക്ഷ. വിശുദ്ധരും അവിശുദ്ധരും തമ്മിലുള്ള വിവാഹം ഈ സൂക്തം നിരുത്സാഹപ്പെടുത്തുന്നു. അവർ തമ്മിൽ മതനിഷ്ഠയിലും സ്വഭാവത്തിലും ചേർച്ചയുണ്ടാവുകയില്ല. പാശ്ചാത്യപിച്ചു മടങ്ങിയവരാണെങ്കിൽ വിവാഹിതരാകാം.